അർത്ഥശൂന്യമായ പലതിലുമുള്ള കടുംപിടുത്തങ്ങളാണ് സഭകളെ ഭിന്നിപ്പിക്കുന്നതും തമ്മിലടുപ്പിക്കുന്നതും. നാം ചെയ്യേണ്ടത് വലിയ വിഷയത്തിന് ഊന്നൽ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആ വലിയ സംഗതി ക്രിസ്തുവിൻ്റെ ആളത്വമാണ്. ജീവസന്ദേശത്തിൻ്റെ ഫിലിപ്പിയർക്കെഴുതിയ ലേഖന പഠനത്തിലേക്ക് സ്വാഗതം. ക്രിസ്തീയ സന്തോഷത്തിൻ്റെ പല തലങ്ങളിൽ കൂടെ കഴിഞ്ഞ ദിവസങ്ങളിലെ പഠനത്തിൽ നാം കടന്നുപോയി. അവയെല്ലാം കർത്താവിലുള്ള സന്തോഷം എന്ന വാക്കുകൊണ്ടാണ് പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാനും നിലനിൽക്കുവാനുമുള്ള ആലോചനകളാണ് ദൈവവചനം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഭൗമിക ജീവിതത്തെ സ്വർഗതലങ്ങളിലേക്ക് നയിക്കുവാൻ പ്രാപ്തിയുള്ള ഈ ആലോചനകൾ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിയാലും ഫിലിപ്പി ലേഖനം 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ ഞങ്ങളോട് ഒന്നിച്ചെടുത്താട്ടെ. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവായി അറിയപ്പെടുന്ന ഒന്നത്രേ ആകുല ചിന്ത. 80% രോഗങ്ങളും ഈ ആകുല ചിന്തയിൽ നിന്നും ഉണ്ടാകുന്നതാകുന്നു എന്ന് ഒരു പഠനം പറയുന്നു. നാം ചിന്താകുലപ്പെടുന്നതിൽ എന്തെങ്കിലും കാര്യമായിട്ടുള്ളത് വെറും 8% മാത്രമേ ഉള്ളൂ. 92% ഒന്നുകിൽ നമ്മുടെ തോന്നലുകളോ സംഭവിക്കുവാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളോ സംഭവിച്ചാൽ തന്നെ നമുക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്തതോ ഒക്കെ ആകുന്നു എന്ന് മറ്റൊരു പഠനം പറയുന്നു. നമ്മുടെ ഭാഷയിൽ ആകുല ചിന്ത എന്നുള്ളത് ആങ്സൈറ്റി എന്നുള്ള ഇംഗ്ലീഷ് പദത്തിൻ്റെ പരിഭാഷയാണല്ലോ. ഈ ആങ്ഷ്യസ് എന്നുള്ള ഇംഗ്ലീഷ് പദത്തിൻ്റെ മൂലത്തിലുള്ള അർത്ഥം എതിർ ദിശകളിലേക്ക് വലിക്കുക എന്നത്രേ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ കടലാസ് ഇരിക്കുന്നു. ഇത് 2 ദിശകളിലേക്ക് ഞാൻ വലിച്ചാൽ എന്ത് സംഭവിക്കും? കീറിപ്പോയി. അതുപോലെ ആകുല ചിന്തയുള്ള ഒരാളുടെ പ്രതീക്ഷകൾ അവരെ ഒരു വശത്തേക്കും അവരുടെ ഭയങ്ങൾ അവരെ മറുവശത്തേക്കും വലിക്കുന്നു. അങ്ങനെ ജീവിതം തന്നെ കീറിപ്പോകുന്നു, പൊട്ടിപ്പോകുന്നു. ഈ ആകുല ചിന്ത എന്ന വലിയ വിപത്തിനെ എങ്ങനെ നേരിട്ട് ഇല്ലാതാക്കാം എന്നാണ് വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം അത് പഠിക്കുവാൻ ആരംഭിച്ചതായിരുന്നു. ആദ്യത്തെ 4 വാക്യങ്ങൾ, 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ നാം ചിന്തിച്ചു. അത് വളരെ പ്രധാനപ്പെട്ട പല പാഠങ്ങളും നമ്മെ പഠിപ്പിക്കുന്നതായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതായി നാം കണ്ടത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശക്തിയുടെ ഉറവിടം സന്തോഷമാകുന്നു എന്നതത്രേ. സന്തോഷമില്ലാത്ത ഒരു ജീവിതം തികച്ചും ശക്തിഹീനമാണ്. സന്തോഷത്തിന് നമ്മെ സഹായിക്കുന്നത് ക്രിസ്തുവിലുള്ള ആശ്രയം മാത്രമാണ്. അതുകൊണ്ടാണ് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൽ മറ്റ് യാതൊന്നിലും മനുഷ്യന് യഥാർത്ഥ സന്തോഷം ലഭിക്കുകയില്ല. പണത്തിൽ ആശ്രയിച്ചവർ, പണത്തിൽ സന്തോഷിച്ചവർ പിന്നീട് നിരാശപ്പെട്ടു. പ്രിയപ്പെട്ടവരിൽ ആശ്രയിച്ചവർ നിരാശപ്പെട്ട അവസ്ഥ നാം കാണുന്നു. എന്നാൽ അഖിലാണ്ടത്തിൻ്റെ ഉടയവനും നമ്മുടെ സൃഷ്ടാവും നമ്മെ ദൈനംദിനം പരിപാലിച്ച് നടത്തുന്നവനുമായ കർത്താവിൽ നമുക്ക് എല്ലായ്പ്പോഴും ആശ്രയിക്കാം, സന്തോഷിക്കുവാൻ സാധിക്കും എന്ന് ജീവിതത്തിലെ ഏറ്റവും പ്രതികൂലമേറിയ സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയ പൗലോസ് നമ്മെ പഠിപ്പിക്കുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. മാത്യു അർണോൾഡ് എന്ന വേദപണ്ഡിതൻ ഈ വാക്യം വ്യാഖ്യാനിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ മധുരമായ ന്യായം സകല മനുഷ്യർക്കും അറിയാവുന്ന വിധത്തിലായിരിക്കട്ടെ എന്ന്. എനിക്ക് ആ തർജ്ജിമ വളരെ ഇഷ്ടമാണ്. നിങ്ങളുടെ മധുരമായ ന്യായം സകല മനുഷ്യർക്കും അറിയാവുന്ന വിധത്തിലായിരിക്കട്ടെ.
നാം ന്യായമുള്ള, ഇവിടെ ഉദ്ദേശിച്ചത് സന്തുലിതമായ, ബാലൻസ് ഉള്ള വിശ്വാസികൾ ആയിരിക്കണം എന്ന അർത്ഥത്തിലാണ്. അതാണ് ഇവിടെ ന്യായമെന്ന് പറഞ്ഞത്. നമ്മുടെ വിശ്വാസത്തിൽ മതഭ്രാന്തരാകുവാൻ പാടില്ല. ഓരോന്നിലും നമുക്ക് ആഴമായ ദൃഢവിശ്വാസം ഉണ്ടായിരിക്കണം എന്നുള്ളത് തീർച്ചയാണ്. എന്നാൽ നാം ഒരുതരം മതഭ്രാന്തിന് നമ്മെ വിട്ടുകൊടുക്കരുത്. എന്തെങ്കിലും ഒരു ചെറിയ വിഷയം മുറുകെ പിടിച്ച് അതിൽ കടിച്ച് ഞാലുന്ന പ്രതീതി അതുണ്ടാകരുത്. അർത്ഥശൂന്യമായ പലതിലുമുള്ള കടുംപിടുത്തങ്ങളാണ് നമ്മുടെയൊക്കെ സഭകളെ ഭിന്നിപ്പിക്കുന്നതും തമ്മിലടുപ്പിക്കുന്നതും. നാം ചെയ്യേണ്ടത് വലിയ വിഷയത്തിന് ഊന്നൽ കൊടുക്കുകയാണ്. അങ്ങനെ ഒരു വിഷയം നമുക്കുണ്ടല്ലോ. എന്താണ് ആ വലിയ സംഗതി? ക്രിസ്തുവിൻ്റെ ആളത്വം. നിങ്ങളുടെ മധുരമായ ന്യായം സകല മനുഷ്യർക്കും അറിയാവുന്ന വിധത്തിലായിരിക്കട്ടെ. അതുമാത്രമല്ല, പൗലോസ് അതോട് ചേർത്ത് പറയുകയാണ്, കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ഏത് നിമിഷവും വരുമെന്നാണ് വിശുദ്ധ പൗലോസ് വിശ്വസിച്ചിരുന്നത്. മഹാപീഡനത്തിൽ പ്രവേശിക്കുമെന്ന് പൗലോസ് പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ പറയുന്നത് കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്നത്രേ. അത് വളരെ മനോഹരമായിരിക്കുന്നില്ലേ? ഇനിയും 6-ാം വാക്യത്തിലേക്ക് വരാം. വളരെ അധികം പ്രോത്സാഹജനകമായ ഈ വാക്യം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്രേ വേണ്ടത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഇത് കൂടുതൽ ഉത്കണ്ഠ അഥവാ ചിന്താകുലമരുത് എന്ന അർത്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഒന്നും ചെയ്യരുത് എന്ന ചിന്തയല്ല. വിചാരപ്പെടുന്നതും വിചാരിക്കുന്നതും രണ്ടും രണ്ടാണ്. ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠയാകരുത്, എല്ലാറ്റിനു വേണ്ടിയും പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അതെ, ശക്തിയുടെ രഹസ്യം, ക്രിസ്തീയ ശക്തിയുടെ രഹസ്യം പ്രാർത്ഥനയാണ്. ഒന്നിനെക്കുറിച്ചും ആകുല ചിന്ത അരുത്. 4-ാം വാക്യത്തിൽ ദൈവം നമുക്ക് നൽകിയ ഒരു പുതിയ കൽപ്പനയാണ് സന്തോഷിപ്പീൻ. പൗലോസ് പറഞ്ഞു സന്തോഷിപ്പീൻ. പിന്നെയും പറയുന്നതിൽ മടുപ്പില്ല, സന്തോഷിപ്പീൻ. ഇപ്പോൾ ഇവിടെ ഇതാ വേറൊരു കൽപ്പന. പലരും ഇത് കൽപ്പനയായി ചിന്തിച്ചിട്ട് പോലുമില്ല. ഒന്നിനെക്കുറിച്ചും ചിന്താകുലമരുത്. പലപ്പോഴും നാം ആവശ്യമുള്ളതിനും ആവശ്യമില്ലാത്തതിനും എല്ലാം ചിന്താകുലപ്പെട്ടിട്ട് ദൈവത്തിൻ്റെ കൽപ്പന ലംഘിക്കുകയാണെന്ന് ചിന്തിക്കുക പോലുമില്ല. ഇവിടെ പറയാണ് എല്ലാറ്റിനു വേണ്ടിയും പ്രാർത്ഥിക്കുക. ഒന്നിനെക്കുറിച്ചും, അല്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ള ഈ വാക്ക് രസകരമായ ഒരു വാക്കാണ്. താങ്കൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒന്നുമില്ല എന്ന അവസ്ഥ അല്ലല്ലോ. വ്യാകരണം ശരിയല്ലെങ്കിലും പ്രസ്താവന ശരിയാണ്. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ സകലവും അതിൽ ഉൾപ്പെടുന്നു. അഥവാ ആകുല ചിന്തയ്ക്കായി യാതൊന്നും ശേഷിപ്പിച്ചിട്ടില്ല എന്നർത്ഥമാണ്. നാം ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠാകുലരാകുവാൻ പാടില്ല. ആരോഗ്യത്തെക്കുറിച്ചോ, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചോ, മക്കളെക്കുറിച്ചോ, ജോലിയെക്കുറിച്ചോ, ഭാവിയെക്കുറിച്ചോ, അങ്ങനെ ഒന്നിനെക്കുറിച്ചും ആകുല ചിന്ത പാടില്ല. അങ്ങനെ പറയുമ്പോൾ പലർക്കും ഒരു സംശയം, അപ്പോൾ നാം ജീവിതത്തെ റോസ് നിറത്തിലുള്ള കണ്ണാടിയിലൂടെ നോക്കിക്കാണണമെന്നാണോ, അഥവാ നാം യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കരുതെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? ഒരുതരം മൂഢസ്വർഗത്തിൽ കഴിയുന്ന അവസ്ഥ പലരും പ്രസംഗിക്കുമ്പോൾ അങ്ങനെയാണ് തോന്നാറുള്ളത്, അല്ലേ? മനഃശാസ്ത്രപരമായ ഒരു ബോധവൽക്കരണം. വിശ്വാസികളായി നാം സകലവും ദൈവസന്നിധിയിൽ പറയുന്ന സ്വഭാവമുള്ളവരായിരിക്കണം. അതെ, ഒന്നും ഒഴിവാക്കരുത്. ഞാൻ സാധാരണ യാത്ര ചെയ്യുമ്പോൾ കർത്താവും എൻ്റെ യാത്രയിൽ കൂടെ വരുവാൻ ക്ഷണിക്കാറുണ്ട്. അങ്ങനെ ഞാൻ അവനോടെല്ലാം തുറന്നു പറയും. അവനോട് സംസാരിക്കുവാൻ എന്തൊരു രസമാണെന്നോ. നിങ്ങളോടോ മറ്റുള്ളവരോടോ പറയാത്ത കാര്യം കൂടി ഞാൻ കർത്താവിനോട് പറയും. ഇത് നാം പഠിക്കേണ്ട ഒരു കാര്യമത്രേ. നാം എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്.
ഈ ചിന്തയെ ആസ്പദമാക്കി ഒരു ഭക്തൻ ഇപ്രകാരം എഴുതി: ഒരുവൻ തൻ്റെ ഹൃദയഭാരത്തെ ഇറക്കി വെക്കുന്നത് പോലെ സന്തോഷങ്ങളെയും വേദനകളെയും എല്ലാം ഒരു ഉത്തമ സ്നേഹിതനോട് പറയുന്നത് പോലെ നിൻ്റെ ഹൃദയത്തിലുള്ളതെല്ലാം ദൈവത്തോട് പറയുക. അവൻ നിന്നെ ആശ്വസിപ്പിക്കേണ്ടതിനായി നിൻ്റെ പ്രശ്നങ്ങളെ അവനോട് പറയുക. അവനോടും നിൻ്റെ സന്തോഷങ്ങൾ അറിയിക്കുക. അവൻ അവയെ ശാന്തമാക്കട്ടെ. നിൻ്റെ അഭിലാഷങ്ങൾ അവൻ ശുദ്ധീകരിക്കുവാൻ അവയെ അവനോട് അറിയിക്കുക. നിനക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളും പറയുക. അവയെ വിജയിക്കുവാൻ അവൻ നിന്നെ സഹായിക്കും. നിൻ്റെ പരീക്ഷകളെക്കുറിച്ച് അവനോട് സംസാരിക്കുക. അങ്ങനെ അവൻ അവയിൽ നിന്നും നിന്നെ മറയ്ക്കട്ടെ. നിൻ്റെ ഹൃദയത്തിലെ മുറിവുകളെ അവനെ കാണിക്കുക. അവൻ അവയെ സുഖപ്പെടുത്തട്ടെ. നന്മയോട് നിനക്കുള്ള വെറുപ്പും തിന്മയോട് നിനക്കുള്ള അഭിരുചിയും നിൻ്റെ അസ്ഥിരതയും മറച്ചു വെക്കാതെ അവനെ അറിയിക്കുക. പാപം യാഥാർത്ഥ്യമല്ല എന്ന് വേണോ ഞങ്ങൾ വിശ്വസിക്കേണ്ടത് എന്നൊരു പക്ഷേ ചോദിച്ചേക്കാം. രോഗം യാഥാർത്ഥ്യമല്ല എന്ന് വേണോ ഞങ്ങൾ ചിന്തിക്കേണ്ടത്? പ്രശ്നങ്ങൾ ഒരു വസ്തുതയല്ലേ? ഇവയെല്ലാം നാം അവഗണിക്കണമെന്നാണോ താങ്കൾ പറയുന്നത്? ഒരിക്കലുമല്ല. പൗലോസ് പറയുന്നത് നാം ഒന്നിനെക്കുറിച്ചും ചിന്താകുലരാകരുത്, കാരണം നാം എല്ലാറ്റിനു വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇവിടെ എല്ലാം ഉൾപ്പെടുത്തി തന്നെയാണ് പറയുന്നത്. ഉത്കണ്ഠ ആകരുതെന്ന് പറയുന്നത് എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ്. ഈ കൽപ്പന, ഞാൻ വീണ്ടും പറയട്ടെ, ഇത് കൽപ്പനയാണ്. ഈ കൽപ്പന ചിലപ്പോൾ എല്ലാം ഞാൻ ലഭിക്കുന്നു എന്ന് ഏറ്റുപറഞ്ഞേ മതിയാകൂ. ഞാൻ വിചാരപ്പെടാറുണ്ട്, ആകെ തകർന്ന അവസ്ഥയിൽ എത്തിച്ചേരാറുണ്ട്. എന്നാൽ ഒന്നിനെക്കുറിച്ചും നാം ഉത്കണ്ഠാകുലരാകാതിരിക്കുന്നതിൻ്റെ കാരണം നാം എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നതത്രേ. ഇതിൻ്റെ അർത്ഥം നാം നമ്മുടെ ജീവിതത്തിലെ സകല കാര്യങ്ങളും ദൈവത്തോട് തുറന്ന് സംസാരിക്കേണ്ടതാണ്. ഒന്നും തന്നെ തുറക്കാതിരിക്കരുത്, പറയാതിരിക്കരുത്. ഒരു സ്ത്രീ, ഈ ക്യാംപ്ബെൽ മോർഗൻ എന്ന വലിയ ഉണർവ് പ്രസംഗനായിരുന്നു അദ്ദേഹം, ഇംഗ്ലണ്ടിലെ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ സ്ത്രീ വന്നു. എന്നിട്ട് ഇപ്രകാരം ചോദിച്ചു: ഡോക്ടർ മോർഗൻ, നാം നമ്മുടെ ജീവിതത്തിലെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? അതിൻ്റെ മറുപടിയായി ഡോക്ടർ മോർഗൻ പറഞ്ഞത്: സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് വലുതായി കാണുവാൻ തക്കവണ്ണം എന്തെങ്കിലും ഉള്ളത് ഒന്ന് പറഞ്ഞു തന്നേ. എല്ലാം ചെറുതല്ലേ? നാം നമ്മുടെ വലിയ പ്രശ്നങ്ങൾ, അതെ, മല പോലുള്ള പ്രശ്നങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടു ചെല്ലുന്നു എന്ന് പറയുമ്പോൾ എന്താണ് താങ്കൾ അർത്ഥമാക്കുന്നത്? അവന് അവയെല്ലാം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ സർവശക്തനായ ദൈവം, അവൻ്റെ അടുത്ത് നാം കൊണ്ടുചെല്ലുന്നതൊക്കെ ചെറുതാണ്. അങ്ങനെയെങ്കിൽ നാം ചെറുതെന്ന് വിളിക്കുന്ന കാര്യങ്ങൾ പോലും അവൻ്റെ സന്നിധിയിൽ ചെന്ന് പറയണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞാൽ ഒരുപക്ഷെ അവർ പുച്ഛിക്കുമെന്ന് നാം ചിന്തിക്കുന്ന കാര്യങ്ങൾ പോലും, ഏറ്റവും താണതെന്ന് നാം സ്വയം ചിന്തിക്കുന്ന ആ പ്രശ്നങ്ങളുണ്ടല്ലോ, ആ വിചാരപ്പെടൽ, ആ വേദന മറ്റുള്ളവരോട് തുറന്നു പറയുമ്പോൾ അവർ മനസ്സിലാക്കുവാൻ തത്രപ്പെടുന്നതായ ആ ഭാരം, ഇതെന്നെ ഇത്ര വലിയ കാര്യമാണോ എന്ന് ചോദിക്കുന്ന ആ വിഷയം നമുക്ക് തന്നെ കൈകാര്യം ചെയ്യാം എന്ന് നാം ചിന്തിക്കുന്നവ പോലും ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് ദൈവത്തോട് തുറന്നു പറയേണ്ടതുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിൽ ചെന്ന് ഇതുപോലെ ഹൃദയം പകരുവാൻ സാധിക്കാറുണ്ടോ? നിങ്ങളുടെ സ്വയസ്നേഹം മറ്റുള്ളവരോട് അനീതിയായി പെരുമാറുവാനും ദുരഭിമാനം ആത്മാർത്ഥതയില്ലാതാക്കുവാനും നിഗളം താങ്കളെ തന്നെ മറച്ചു പിടിക്കുവാനും ഇടയാക്കരുത്. അതെല്ലാം അവനോട് പറയുക. ഈ പറഞ്ഞതുപോലെ താങ്കളുടെ കുറവുകളും ബലഹീനതകളും ആവശ്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം തുറന്നു കാണിക്കുമെങ്കിൽ പറയാനുള്ള വിഷയങ്ങൾക്ക് ഒരു കുറവും കാണില്ല. എന്ന് പറഞ്ഞാൽ അത് ആവശ്യം പോലെ കാണുമല്ലോ. ആവശ്യം പോലെ ഹൃദയം പകരുവാൻ വിഷയങ്ങളുണ്ടായിരിക്കും. ഒരിക്കലും വിഷയമില്ലാതിരിക്കുകയില്ല. ഇത് തുടർച്ചയായി പുതുക്കം പ്രാപിക്കും.
അന്യോന്യം രഹസ്യങ്ങൾ സൂക്ഷിക്കാത്ത മനുഷ്യർക്ക് സംസാരിപ്പാൻ വിഷയത്തിന് മുട്ടുണ്ടാകില്ല എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതിനൊരു പഞ്ഞവുമില്ല. അവർ അവരുടെ വാക്കുകളുടെ വില നോക്കില്ല. കാരണം മറച്ചു വയ്ക്കുവാൻ ഒന്നുമില്ലല്ലോ. എന്തെങ്കിലും പറയുവാൻ അവർ അന്വേഷിക്കുകയുമില്ല. ഹൃദയത്തിൻ്റെ സമൃദ്ധിയിൽ നിന്നും അവർ സംസാരിക്കും. അതിന് പരിഗണനയൊന്നും ഉണ്ടായിരിക്കുകയില്ല. ചിന്തിക്കുന്നതെല്ലാം പറയും. ഇപ്രകാരത്തിലുള്ള തുറന്ന വിലക്കുകളില്ലാത്ത ഇടപെടലുകൾ ദൈവവുമായിട്ടുള്ളവർ അനുഗ്രഹീതരാണ്. നാം ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കണമെന്നും അങ്ങനെ ഒന്നിനെക്കുറിച്ചും ചിന്താകുലപ്പെടാതെ സകലത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു പക്ഷിയെപ്പോലെ, ഒരു തേനീച്ചയെപ്പോലെ ഞാൻ സ്വതന്ത്രനാകുന്നു എന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെ നാം ആയിരിക്കണമെന്നത്രേ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്തെല്ലാം ഭാരവും ചുമന്നുകൊണ്ടാണ് നാം പറക്കുവാൻ ശ്രമിക്കുന്നത്. നമ്മുടെ സകല ഭാരവും കർത്താവിൻ്റെ മേൽ ഇട്ടുകൊള്ളുവാൻ അവൻ നമ്മോട് പറഞ്ഞിരിക്കുമ്പോൾ പോലും നമുക്ക് അതിന് സാധിക്കാത്തത് എത്രമാത്രം പ്രയാസമാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്ത്യ ജീവിതത്തിൽ വളർച്ചയ്ക്ക് വിഘാതമായിരിക്കുന്ന ഒരു ഘടകമാണ് ആകുല ചിന്ത. വിശുദ്ധ വേദപുസ്തകം ശരിയായി പരിശോധിച്ചാൽ ശരിയായിട്ടുള്ള ചിന്താഭാരവും തെറ്റായിട്ടുള്ള ചിന്താകുലവും ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ശരിയായിട്ടുള്ള കരുതലും തെറ്റായിട്ടുള്ള കരുതലും, ശരിയായ ചിന്തയും തെറ്റായ ചിന്തയുമുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നത് സഭയിലെ അംഗങ്ങൾ തമ്മിൽ കരുതലും വിചാരവുമുള്ളവരായിരിക്കണം എന്നത്രേ. എന്നാൽ ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം വായിച്ചത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്നാണ്. സഹവിശ്വാസികളെക്കുറിച്ചുള്ള ചിന്തയും കരുതലും ലോകപ്രകാരമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ആകുല ചിന്തകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത് നാം മറക്കരുത്. തെറ്റായ ചിന്താഭാരത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ ലോകപരമായ കാര്യങ്ങളിൽ അധികം ഇടപെടുന്നതിൽ നിന്നും ഉളവാകുന്ന ചിന്താകുലവും ഭാരവും എല്ലായ്പ്പോഴും തെറ്റായിട്ടുള്ളതാണ്. ഒരു വ്യക്തി ഈ ലോകപരമായ കാര്യങ്ങളിൽ അധികമായി വ്യാപൃതനാകുമ്പോൾ അവന് അല്ലെങ്കിൽ അവൾക്ക് സ്വർഗീയമായതിനെക്കുറിച്ചും നിത്യമായതിനെക്കുറിച്ചും ചിന്തിക്കുവാൻ സമയം ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. മനുഷ്യരുമായി അധിക സമയം അവർ ചെലവഴിക്കുന്നുണ്ടായിരിക്കാം, എന്നാൽ ദൈവവുമായി സമയം ചെലവഴിപ്പാൻ അവർക്ക് അവസരം ലഭിക്കാതെ പോകുന്നു. മനുഷ്യരോട് പറയുവാനായി അവർക്ക് പല കാര്യങ്ങളുണ്ടായിരിക്കാം, എന്നാൽ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ അവർക്ക് സമയം ലഭിക്കുന്നില്ല. ഈ ലോകപരമായ അവൻ്റെ ഇടപെടൽ അതിൽ തന്നെ തെറ്റായിട്ടുള്ളതല്ലെങ്കിൽ തന്നെയും ഏറ്റവും ഉത്തമമായത് അതായിരിക്കുകയില്ല. 2, ഭാവിയെക്കുറിച്ചുള്ള ആകുല ചിന്ത തെറ്റായിട്ടുള്ളതാണ്. അത് അന്ധമായതിനാലാണ് തെറ്റാണെന്ന് പറയുവാൻ കാരണം. ലോകത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം എപ്രകാരമെന്ന് കാണുവാൻ സാധിക്കാത്തത് കൊണ്ടത്രേ ഭാവിയെക്കുറിച്ച് ഒരാൾ ആകുല ചിന്തയോടെ ഇരിക്കുന്നത്. പറവകളെയും വയലിലെ ചെടികളെയും ദൈവം സംരക്ഷിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അവൻ മനുഷ്യനെക്കുറിച്ചും ചിന്തയുള്ളവനാണെന്ന് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. ഭാവിയെക്കുറിച്ച് ആകുല ചിന്ത ഉള്ളത് പ്രയോജനരഹിതമായതുകൊണ്ടും അത് തെറ്റാണെന്ന് പറയുവാൻ കഴിയും. വിചാരപ്പെടുന്നത് കൊണ്ട് യാതൊന്നും നേടുവാൻ കഴിയില്ല. കർത്താവ് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ആർക്കെങ്കിലും 1 മുഴം നീളം കൂട്ടാനൊക്കുമോ? ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ആകുല ചിന്ത അവിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടും അത് തെറ്റായ കാര്യമാണ്. ആകുല ചിന്ത ഒരു മനുഷ്യനെ പ്രതികൂലങ്ങളെ അതിജീവിക്കുവാൻ കഴിയാത്തവനാക്കി തീർക്കുന്നു. പ്രതികൂലത്തെ അഭിമുഖീകരിക്കുവാൻ ഒരു വ്യക്തിയെ ആകുല ചിന്ത സഹായിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതവനെ ബലഹീനനാക്കി തീർക്കുകയേ ചെയ്യുകയുള്ളൂ. ഇനി 3-ാമതായി ഞാൻ ഒരു കാര്യം പറയാം. അനിവാര്യമല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ശക്തിയും കഴിവുകളും വ്യയം ചെയ്യേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ നഷ്ടം ചെയ്യേണ്ടി വരുമ്പോൾ ആകുല ചിന്ത തെറ്റാണ്. അതുകൊണ്ടാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൽ മാർത്ത തെറ്റുകാരിയായി കാണിക്കപ്പെടുന്നത്. ഒരു വലിയ ഭോജനമല്ല കർത്താവിന് അപ്പോൾ ആവശ്യമായിരുന്നത്. ക്രൂശ് അഭിമുഖീകരിക്കുന്നതിന് മുൻപ്
അല്പം സ്വസ്ഥമായിരുന്ന് ആ ഭവനത്തിലായിരിക്കാൻ യേശു കാക്ഷിച്ചിരുന്നത്. എന്നാൽ നാം വായിക്കുന്ന ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും, മാർത്ത കർത്താവിനൊരു വലിയ ഭോജനം ഒരുക്കി കൊടുക്കുവാനാണ് തത്രപ്പെട്ട് വിചാരപ്പെട്ട് മനം കലങ്ങിയിരുന്നത്. അവൾ ഭാരപ്പെട്ടും വിചാരപ്പെട്ടുമിരുന്നു. നാം പലപ്പോഴും ദൈവത്തെ ശുശ്രൂഷിക്കുന്നത് ഇതേ മനോഭാവത്തോടല്ലേ? ഇനിയും തെറ്റായ ആളുകളെ എപ്രകാരം പ്രീതിപ്പെടുത്താമെന്നുള്ള ആ ചിന്തയുണ്ടല്ലോ, അങ്ങനെയുള്ള ചിന്താകുലമുള്ളവരായി തീരുന്നതും തെറ്റാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 32 മുതലുള്ള വാക്യങ്ങളിൽ ഇത് നാം കാണുന്നുണ്ട്. നാം മനുഷ്യരെ പ്രസാദിപ്പിക്കാനല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കാൻ അത്രേ നോക്കേണ്ടത്. ഒരു വ്യക്തി ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ യാതൊരു മനുഷ്യനെയും ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. ഭാരം താൻ തന്നെ വഹിച്ചുകൊണ്ട് നടക്കുവാൻ ശ്രമിക്കുന്നത് അഹങ്കാരമാകുന്ന പാപത്തിന് തുല്യമാണ്. എല്ലാവിധമായ ആകുല ചിന്തകളും യഥാർത്ഥ സൗമ്യതയ്ക്കെതിരാണ്. അപ്രകാരമുള്ള സാഹചര്യങ്ങളിൽ ചിന്താകുലപ്പെടുക എന്നാൽ അഹങ്കാരിയായി നിഗളിയായി തീരുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് വേണ്ടിയുള്ള സമ്പൂർണ്ണ സമർപ്പണത്തെ തടസ്സപ്പെടുത്തുന്നതാണ് ഈ വിചാരപ്പെടൽ. ദൈവത്തെ കൂടാതെ സ്വയമായി കാര്യങ്ങൾ നിർവഹിക്കാമെന്ന പരിപാടിയാണ് ആകുല ചിന്തയിലേക്ക് നമ്മെ നയിക്കുന്നത്. ദൈവത്തെ കൂടാതെ ഞാൻ സ്വയമായി കാര്യങ്ങൾ ചെയ്തോളാം എന്നുള്ള ആ ചിന്ത. നാം സദൃശവാക്യങ്ങൾ 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ വായിക്കുന്നത്, നാശത്തിനു മുൻപേ ഗർവ്വം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നതഭാവം എന്നത്രേ. ദൈവം വേണ്ട വിധത്തിൽ നമുക്കായി ചിന്തിക്കുകയും കരുതുകയും ചെയ്തിട്ടില്ല എന്ന് മനുഷ്യൻ തൻ്റെ അഹങ്കാരത്തിൽ ചിന്തിക്കുന്നു. ആത്മീയ ശൂന്യത അഥവാ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലുള്ള സംശയം കാരണമാണ് യഥാർത്ഥത്തിൽ ആകുല ചിന്ത ഉളവാകുന്നത്. അധികമായി ആകുല ചിന്തയുള്ള ഒരാൾക്ക് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം അനുഭവിക്കുന്നതിനോ ക്രിസ്തീയ ജീവിതത്തിലെ സന്തോഷം സ്വന്തമാക്കുന്നതിനോ കഴിയുകയില്ല. എന്നാൽ ചിന്താഭാരപ്പെടുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ക്രിസ്തു തൻ്റെ അടുക്കലേക്ക് ആഹ്വാനം ചെയ്യുന്നത് നാം വായിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. ആകുല ചിന്തയിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നതിനുള്ള പോംവഴി ഒരു വ്യക്തി തന്നെ തന്നെയും സകല കാര്യങ്ങളും ദൈവത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നതാണ്. പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ 1 പത്രോസ് 5:7 നാം വായിക്കുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം വായിച്ചത്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക എത്രേ വേണ്ടതെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കുവാൻ കഴിയാതെ പോകുന്ന ജീവിതാനുഭവങ്ങൾ, ജീവിതത്തിൻ്റെ ചുറ്റുപാടുകൾ എന്തൊക്കെയാണെന്ന് ഒന്ന് സ്വയപരിശോധന ചെയ്യാം. നമ്മെ വിചാരപ്പെടലിലേക്ക് തള്ളി നീക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ കൈകാര്യം ചെയ്യുവാൻ കഴിയാത്ത ഒന്നുമില്ല എന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? എൻ്റെ പ്രശ്നങ്ങൾ എനിക്ക് മാത്രമേ അറിയൂ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ തെറ്റ്. നമ്മുടെ സകല ചിന്താകുലവും നമുക്ക് ഇടുവാൻ തക്ക ഒരു നല്ല സ്ഥലമുണ്ട്, നമ്മുടെ കർത്താവ്. ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഏതെങ്കിലും വിധത്തിലുള്ള വിചാരപ്പെടലുകളിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ, സഹായിക്കുവാൻ, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് നിറയ്ക്കുവാൻ ഇന്നും ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു എന്നുള്ള വാഗ്ദത്തം എല്ലാ കാലത്തെയും ക്രിസ്തുഭക്തരുടെ ഊർജമായിരുന്നു. അവൻ്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്തം എവിടെ?
പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിലിരുന്നതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവീനെന്ന് വിശുദ്ധ പത്രോസ് തൻ്റെ 2-ാം ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. എന്നാൽ ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നാകുന്നു പ്രവചനവാക്യം. അതെ, അവിടുന്ന് തക്ക സമയത്ത് അപ്രത്യക്ഷത വരുത്തും. മരണദുഃഖം ഉൾപ്പെടെ ജീവിതത്തിലെ ഏത് ദുഃഖങ്ങളെയും കഷ്ടങ്ങളെയും അതിജീവിക്കുവാൻ ഒരു ക്രിസ്തു വിശ്വാസിയെ പ്രാപ്തനാക്കുന്നതാണ് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ചുള്ള പ്രത്യാശ. കർത്താവിനെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. ആ പ്രത്യാശ നമ്മുടെ ആത്മാവിൻ്റെ നങ്കൂരമായി തീരട്ടെ.